ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ചായ കുടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് സാമ്പ്രാണിക്കുള്ള നമ്മുടെ ചിരട്ടയൊന്ന് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കത്തിച്ചിട്ട് സാമ്പ്രാണി കാണിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കത്തിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാമ്പ്രാണിയൊക്കെ ഒന്ന് കത്തിക്കുകയല്ല കാണിക്കുകയാണ് കേട്ടോ. ആഴ്ചയിലൊരു 3-4 പ്രാവശ്യം നമ്മൾ ഇതുപോലെ സാമ്പ്രാണിക്ക് കാണിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാണിക്കുന്നത് നല്ലതാണ്. നമുക്ക് നല്ല പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട് നല്ല മണത്തോടുകൂടി ഇരിക്കാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ സാമ്പ്രാണിയൊക്കെ എല്ലാവിടെയും ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് റവ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക കഴിക്കുന്ന ആ റവ ദോശയല്ല കേട്ടോ. റവയും അതുപോലെ മൈദയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന റവ ദോശയുണ്ടല്ലോ, അതല്ല കേട്ടോ. ഇത് റവ മാത്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ രാവിലെ ഒരു 2-3 ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ തലേ ദിവസം നല്ല കുക്കറിൽ വെച്ചെടുക്കുന്ന ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2-3 ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടക്കറി കുറച്ചുണ്ടായിരുന്നു. മുട്ടയൊക്കെ നല്ല കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉള്ള മുട്ടക്കറി വെച്ചിട്ട് നമ്മൾ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതൊരു 2-3 ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അരി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബാക്കിയുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ റവ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ, ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ടേസ്റ്റല്ല നല്ല മുരിഞ്ഞ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ സാധാ മാവ് കൂടെ ഒന്ന് തെക്കിയെടുക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ അതുകൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കലേക്കുള്ള കുക്കിംഗ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അങ്ങനെ അടുക്കളയിൽ കാറ്റും വെളിച്ചമൊന്നും നേരെ കിട്ടാത്തതുകൊണ്ടും കാറ്റ് കിട്ടാത്തതുകൊണ്ടും ഒക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മളൊരു വിധമാകും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചൂടെടുത്തിട്ട് പിന്നെ നമ്മുടെ അക്ഷയ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അശ്വിനില്ല കേട്ടോ. അവൻ വിരുന്ന് പോയിരിക്കണം. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവൻ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കണം കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. നമ്മുടെ ഓറഞ്ചാണെന്ന് ചോദിച്ചാൽ ഓറഞ്ചല്ല, മുസമ്പിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല കേട്ടോ. അങ്ങനെ ഒരു സൈസ് പഴമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പൊക്കെ തേച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ വാങ്ങുമ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്ത് കഴിച്ചപ്പോൾ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്ര കണ്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് പിഴിഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്ന് അല്ലികൾ ചെത്തിയെടുത്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് വേഗം തന്നെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത് ജ്യൂസൊക്കെ അടിച്ച് പാകം പോലെ വെള്ളവും മധുരവും എല്ലാം ചേർത്ത് ജ്യൂസൊക്കെ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കലേക്ക് ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, യൂട്യൂബിനെ കുറിച്ചല്ല, യൂട്യൂബ് ഞാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വ്യൂസ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അത് വ്യൂസ് കുറവായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുക്കിങ് കാര്യങ്ങൾ കാണാനൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ, അതിന് മുന്നേ എനിക്ക് കുക്കിംഗ് അത്ര അറിയില്ല, പക്ഷെ എന്നാൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഈ കുക്കിങ്ങൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ചാനലിൽ കുക്കിംഗ് ഉണ്ടെങ്കിലും ആ കുക്കിംഗ് എല്ലാം കാണും കേട്ടോ. അതുപോലെ തന്നെ ഞാനത് എഴുതി വെക്കും കൂടെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് യൂട്യൂബിൽ നമുക്ക് വേണ്ട സമയത്ത് അത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ പണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഇത് അങ്ങനെയില്ല. നമ്മൾ ഈ ടി വിയിലൊക്കെ ലക്ഷ്മി നായരുടെ ഷോ ഉണ്ടാകും, അതുപോലെ തമിഴിൽ ഒരുപാട് കുക്കിംഗ് ചാനലുകളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കാണുന്ന സമയത്ത് എനിക്ക് റെസിപ്പി ഒരു ഫസ്റ്റേ പറയുള്ളൂ ഇന്ന റെസിപ്പിയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ റെസിപ്പി കേൾക്കുമ്പോൾ തന്നെ ശരി എന്നാൽ നമുക്കിതൊന്ന്
ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ റെസിപ്പികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അതെല്ലാം എഴുതി വെക്കും കേട്ടോ. എഴുതി വെച്ചിട്ട് അങ്ങനെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിയിട്ട് ചെയ്യേണ്ടതൊന്നും അന്ന് നമുക്ക് ഇത്ര അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ അത് യൂട്യൂബൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലായി കാണൽ, പിന്നെ അതിൽ നമുക്ക് വേണ്ട റെസിപ്പിയൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കലായി കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി, എന്നാൽ പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ആ ഒരു ഇഷ്ടം കാരണം മാത്രം കേട്ടോ നമുക്ക് വ്യൂസ് വളരെ കുറവാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും കേട്ടോ. യൂട്യൂബ് ചെയ്യുന്നതിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നിറയെ വരുമാനവും കിട്ടുന്നുണ്ട്. നമ്മളെപ്പോലെ സാധാരണപ്പെട്ട യൂട്യൂബേഴ്സിന്, അതുപോലെ തന്നെ എന്താ പറയുക, വ്യൂസൊക്കെ വളരെ കുറവുള്ള യൂട്യൂബേഴ്സിന് എന്താ പറയുക, അത് അവിടുന്ന് ഇൻകമൊക്കെ കിട്ടുക പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ പിന്നെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് വ്യൂസ് കുറഞ്ഞാലും ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ഒന്നാമത്തത് എനിക്കിഷ്ടത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമൊക്കെ ആകുക പറയുമ്പോൾ അതും നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലേ. പിന്നെ അതുമാത്രമല്ല നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ എന്താ പറയുക പിറന്നാൾ, കുട്ടികളുടെ പിറന്നാൾ, അതുപോലെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓണം, വിഷു, അതുപോലെ കാർത്തിക ദീപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അന്ന് എടുക്കുന്ന വീഡിയോസ് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അന്നത്തെ നമ്മുടെ വ്യത്യാസം, അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിട്ടാണ് കേട്ടോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബിനെ ഞാൻ കാണുന്നത്. എന്താ പറയുക, നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എൻ്റെ കണ്ണിലൂടെ ഞാൻ യൂട്യൂബിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വ്യൂസ് കുറവാണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കുന്നതും ഇതിൽ ഇടുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇൻകം കിട്ടുന്നവർക്ക് നല്ലപോലെ ഇൻകം കിട്ടും, പക്ഷെ കിട്ടാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടൊന്നും ഇത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ, നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അത് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ എല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടർ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ, ലാപ്ടോപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾക്ക് സന്തോഷങ്ങൾ കാണാൻ എന്നും പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന വ്ളോഗാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സന്തോഷങ്ങളും എല്ലാം കാണാൻ പറ്റും അല്ലേ. നമ്മളിതെല്ലാം എടുത്തു വെക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പിന്നീടേക്ക് ഇത് നോക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ പറയുമ്പോൾ കല്യാണ ആൽബം, കല്യാണ വീഡിയോ ഇതൊക്കെ എടുത്തു വെക്കുന്നത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമുക്കും അന്നത്തെ എങ്ങനെയായിരുന്നു കാണാൻ ഒരു അവസരം അല്ലേ. എന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ അപ്പം നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കും, പിന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയല്ല, നിരന്തരമായിട്ട് യൂട്യൂബ് ഉള്ള കാലം, നമ്മുടെ ചാനലുള്ള കാലം നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് അതുപോലെ സ്റ്റോറായി കിടക്കും. ഇപ്പോൾ വേറെ ആരും അത് കണ്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സന്തോഷം നമുക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വ്യൂസ് കുറവാണെങ്കിലും വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല, പക്ഷെ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു മടുപ്പും നമുക്ക് ഉണ്ടാവില്ല. അത് കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യുക പറയുമ്പോൾ അത് ഒരു പറ്റാത്തൊരു പ്രശ്നവും കൂടെ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ പറയുക, വെറുതെ ഇരിക്കണം എന്നുള്ള ആ ഒരു ബോറടി ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഈ വീഡിയോ എടുക്കേണ്ട തിരക്കിലാകും, പിന്നെ അത് ശരിയാക്കേണ്ട തിരക്കിലാകും, അത് ഇടേണ്ട തിരക്കിലാകും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും ചെറുതായിട്ടൊക്കെ ഒന്ന് ബിസി ആയിട്ടിരിക്കില്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ പൈസ കിട്ടുന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള നമ്മുടേതായ ഇഷ്ടങ്ങൾ നമുക്ക് ചെയ്യാനും കൂടി പറ്റുമ്പോഴായിരിക്കും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുക അല്ലേ. അതിൽ കൂടെ നമുക്ക് പൈസ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാകും. പക്ഷേ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടും നമുക്കധികം ബോറടി ഇല്ലാണ്ടും അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കാണ്ടും ഒക്കെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് ചിലരൊക്കെ എന്താ പറയുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്, റെസിപ്പികൾ ചോദിക്കാറുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും അധികം വ്യൂസ് ഇല്ലെങ്കിലും ഇടുന്ന വ്യൂസിനെ കുറച്ച് പേരൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതന്നെ നമുക്കൊരു സന്തോഷമല്ലേ. എവിടെയുള്ളവർ നമ്മളെ കൊണ്ട് നമ്മളെ ഇഷ്ടമാണെന്നും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ. അതൊക്കെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മടുപ്പായിട്ട് തോന്നില്ല. അപ്പോൾ പോകുന്നിടത്തോളം പോട്ടെ, കിട്ടുമ്പോൾ കിട്ടട്ടെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളും നടന്നു പോകട്ടെ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്താണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓർമ്മകളും നമ്മുടെ സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഒരു പ്ലാറ്റ്ഫോം, അതുപോലെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മുടേതായ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു സന്തോഷം കൂടുതലായിരിക്കും അല്ലേ. നമുക്ക് കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളൊക്കെ, അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറേ കഴിഞ്ഞിങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക ചെയ്യുന്നത്. അതിനൊക്കെയാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. എന്താ പറയുക, പുറത്ത് പോയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഉള്ളിലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷമല്ലേ. അതാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്യൂസൊക്കെ കുറവാണെങ്കിൽ കൂടിയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ആഴ്ച 3 ദിവസം ലോങ് വീഡിയോയും അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായപ്പോൾ തന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അശ്വിനില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ അവന് ബിരിയാണി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കൂടുതലും ഇഷ്ടം അവനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നാമത്തെ അവനിങ്ങനെ നമ്മുടെ ചിക്കനും ചോറും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്നാലും ബിരിയാണി അവൻ്റെ ജീവനും ഫേവറേറ്റുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാരില്ല, എന്നാലും അവൻ വരുന്ന സമയത്ത് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. നമ്മുടെ അക്ഷയ അടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം.